ഫ്രണ്ട്സ്, നമ്മുടെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ രണ്ട് ജോബ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. രണ്ട് ജോബ് ഫെസ്റ്റ് രണ്ട് പ്ലേസിലായിട്ട്, ഒന്ന് കോഴിക്കോട് ജില്ലയിൽ നിയുക്തി ജോബ് ഫെസ്റ്റ്, അതുപോലെ തന്നെ നിയുക്തി ജോബ് ഫെസ്റ്റ് തിരുവനന്തപുരം നടക്കുന്നുണ്ട്. ഇത് സെയിം ഡേറ്റിലാണ് കേട്ടോ. അതായത് ജനുവരി 31 ഈ ജോബ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് അവിടെ പോകണം. അതിന് മുൻപായിട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം, ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയുടേതാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണാം, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെയും എംപ്ലോയബിലിറ്റി സെന്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നിയുക്തി 2025-26 മെഗാ ജോബ് ഫെയറുകളാണ് 2026 ജനുവരി 31 ശനിയാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 60-ൽ പരം കമ്പനികൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 3000-ൽ പരം ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വെസ്റ്റ് ഹിൽ കോഴിക്കോടാണ്. നിങ്ങൾ കോഴിക്കോടാണ് പങ്കെടുക്കുന്നതെങ്കിൽ, ഇനി നമുക്ക് തിരുവനന്തപുരം ആണെങ്കിൽ അതിൻ്റെ വെന്യൂ ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് കൂടെ കാണാം കേട്ടോ. ഇതാണ് തിരുവനന്തപുരം ആണെങ്കിൽ അതിൻ്റെ വെന്യൂ. അപ്പോൾ അവിടെ നിങ്ങൾ ഡയറക്റ്റ് പോകണം. അതിന് മുൻപ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം, ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഹൈപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമാകാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോസ്റ്റർ, നമ്മൾ റീഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് നടക്കുന്നത്, ഇതിൽ ഏതൊക്കെ കമ്പനികൾ എൻറോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ട്രെൻഡിങ് വേക്കൻസീസ് നിങ്ങളുടെ, അതുപോലെ തന്നെ എംപ്ലോയർ ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന എൻറോൾ ചെയ്ത കമ്പനികളും അതുപോലെ അവിടെ വേക്കൻസി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും HR മാനേജർ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തിരുവനന്തപുരമാണ്. നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വേക്കൻസീസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് എന്താണ് ഇവിടെ സ്ലൈഡ് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഓൾ കേരള ആണ്. മെട്രോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റർ ആണ്, 5 വേക്കൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമുക്കിവിടെ കാണാം കസ്റ്റമർ റിലേഷൻ ഓഫീസർ, മെട്രോ ഓൾ കേരള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 15 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ ഓരോ എന്താണ് പറയുക, PNB, മെറ്റ് ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾ ഇതിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല, ഇവിടെ കോഴിക്കോടിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മറ്റു ഇവിടെ കാണാം, കൊല്ലം ഒക്കെ അവിടെയും വേക്കൻസികളും കൂടെ കാണാൻ പറ്റും. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഉണ്ട്. ഓക്കെ, ഓൾ കേരള ആയിട്ട് വേക്കൻസികൾ വരാം. ലോജിസ്റ്റിക്സ് സൂപ്പർവൈസർ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്ത് പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു 300-ൽ പരം കമ്പനികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മതി. അത്യാവശ്യം വിവിധ കാറ്റഗറിയിലുള്ള ഇതിപ്പോൾ ട്രെൻഡിങ് വേക്കൻസീസ് ആണ് ഇവിടെ വരും. അതുപോലെ തന്നെ HDFC ലൈഫ്, ഓക്കെ, അത് ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കമ്പനികൾ മാറും. ഗ്രാവിറ്റി, ദെൻ LIC ഓഫ് ഇന്ത്യ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ കയറിയിട്ട് ചെയ്യാം നിങ്ങൾ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, വ്യൂ ഓൾ വേക്കൻസീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേക്കൻസിയും അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് എന്താണ് ITI, ഡിപ്ലോമ, ഡിഗ്രി, PG, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷനുകൾക്കൊക്കെ ഇതിൽ അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, ഇവിടെ വ്യൂ ഓൾ വേക്കൻസീസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ട ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. കാരണം എനിക്കിതിൽ ലോഗിൻ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു എന്താണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ സെർച്ച് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് സെർച്ച് വിത്ത് യുവർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആയിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനിതൊരു ഡെമോ പർപ്പസിന് വേണ്ടി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേ ബി അവരിത് സ്ക്രീനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനിതിൽ ലോഗിൻ ചെയ്ത് കാണിക്കാത്തത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ അപ്ലൈ നൗവിൻ്റെ ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ പേജിലേക്ക് വരും. കേരള ജോബ്സ് 2026 എന്നിട്ട് ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് ലിങ്കുകൾ ഇവിടെ നിങ്ങൾക്ക് മറ്റു ജോബ്സിൻ്റെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കേരള ജോബ്സ് 2026 എന്നുള്ള പേജിലേക്ക് വരും. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാകുക കേട്ടോ. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതാക്കണം,
നിയുക്തി ജോബ് ഫസ്റ്റ് ആണ് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട്. ആ ഒറ്റ ലിങ്കുള്ളൂ, നമുക്ക് അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇതൊക്കെ മറ്റു വേറെ നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിയുക്തി ജോബ് ഫസ്റ്റ്, ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളിതാ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് പോർട്ടലിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ ഉണ്ടോ, ക്വിക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ആസ് എ ജോബ് സീക്കർ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത്. ഇത് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് കേട്ടോ, അത് നമുക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വാക്കൻസി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ വാക്കൻസി നേരത്തെ കാണിച്ച പോലെ നമുക്ക് എന്താണ് ലോഗിൻ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തിരുവനന്തപുരം ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോബ് സീക്കർ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ജോബ് സീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യേണ്ട ലിങ്കാണ്. എംപ്ലോയർ എന്ന് പറയുന്നത് കമ്പനികൾ ചെയ്യേണ്ടതാണ്, അത് നമ്മൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താ, ക്വിക്ക് രജിസ്ട്രേഷൻ എന്നാണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിലാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ആസ് എംപ്ലോയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല, അത് കമ്പനികൾ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി മറ്റോടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ആക്റ്റീവ് ഫെസ്റ്റിവൽ, നമുക്കിവിടെ ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു പോർട്ടൽ നമ്മൾ ഓൾറെഡി ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്താലും പിന്നെ നമുക്കതിൽ വീണ്ടും വരുന്ന ജോബ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടത് നിങ്ങൾക്ക് നിയുക്തി ജോബ് ഫസ്റ്റ് കോഴിക്കോട്, നിയുക്തി ജോബ് ഫസ്റ്റ് തിരുവനന്തപുരം, 2 പ്ലേസിലാണ് ഇപ്പോൾ, 2 ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പം എന്താണ് ജോബ് ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും സെയിം ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സെലക്ട് ചെയ്യാം, എന്നിട്ട് പ്രൊസീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ ഫസ്റ്റ് കോളം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു മെയിൽ ID കൊടുത്താൽ നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ, ഫീമെയിൽ ഏതാച്ചാൽ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ലോഗിൻ ചെയ്യാനുള്ള ID ഏതാണോ മെയിൽ അത് കൊടുക്കുക. അതിന് ഇവിടെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക പാസ്വേഡ്. അതിനുശേഷം നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം നിങ്ങൾ. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ട. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, ഡിഗ്രി കൊടുക്കാം. ഇനി നിങ്ങൾ +2 വരെ പഠിച്ചാൽ നിങ്ങൾ 12th ലെവൽ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ഏതുവരെ പഠിച്ചു അതിനനുസരിച്ച്. ഇനി IT ആണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ, അത് കൊടുക്കാം. ഇനി ഡിഗ്രി ആണ് നിങ്ങളുടെ ഏറ്റവും ക്വാളിഫിക്കേഷൻ എങ്കിൽ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ വരെയാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ PG വരെ പഠിച്ചെങ്കിൽ അപ്പോൾ അങ്ങനെ PG കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മളോട് PG ഏതാണ്, നമ്മൾ അത് ഏത് കാറ്റഗറി ആണെന്ന് ചോദിക്കുക. MSc ആണോ, MA ആണോ, ഏതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏതാണോ ഡിഗ്രി എടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. ഇനി ഇവിടെ എല്ലാ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ MSc ഏതാണ്, ഇപ്പം ഞാൻ MSc ആണ് അവിടെ കൊടുത്തതെങ്കിൽ MSc ഏതാണ് നമ്മൾ പഠിച്ചത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് അത് ഇവിടെ കൊടുക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ഒരു റെസ്യൂമെ, നമ്മൾ അപ്ഡേറ്റഡ് ആയുള്ള ലേറ്റസ്റ്റ് ആയുള്ള റെസ്യൂമെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് നമ്മളതിലേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ രീതിയിൽ ഹോമിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ലോഗിൻ വേണ്ടോ, ഈ ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രൊസീഡ് ടു ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രൊസീഡ് ടു ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മെയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം എന്താണ് നമ്മൾ കൊടുത്ത് അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സൈനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ വാക്കൻസിയും കാര്യങ്ങളൊക്കെ കാണാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാക്കൻസി ഇവിടെ വേണമെങ്കിൽ വ്യൂ ഓൾ വാക്കൻസീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID അങ്ങനെ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID ഇവിടെ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് വാക്കൻസി എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ വിവിധ കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജോബ് ഫസ്റ്റ് രണ്ടും നടക്കുന്നത് തിരുവനന്തപുരം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും 31 ജനുവരി ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴിക്കോടാണെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് വെസ്റ്റിലാണ് നടക്കുന്നത്. തിരുവനന്തപുരം ആണെങ്കിൽ ശ്രീചിത്ര തിരുനാൾ കോളേജ് എഞ്ചിനീയറിംഗ് ആണ് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ജോബ് ഫസ്റ്റിന് ഡയറക്റ്റ് പോകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 രീതിയിൽ, ഇവിടെ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കോഴിക്കോട് മാത്രം എന്തെങ്കിലും ഇവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ക്വിക്ക് രജിസ്ട്രേഷൻ വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ചെയ്യാം. എങ്ങനെ വേണം ചെയ്താലും കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോടാണ് രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് ജോബ് സീക്കർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട്
നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം ആണെങ്കിലും അതിൻ്റെ നമ്പർ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, കൂടെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കുറിച്ചുള്ള ഡീറ്റെയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്